വാഗമണ്ണിൽ MMJ എസ്റ്റേറ്റ് അധികൃതർ ഭൂമിയുടെ അവകാശവാദം പറഞ്ഞ വീടും ഉപജീവന മാർഗമായ കടയും JCB ഉപയോഗിച്ച് തകർത്തതായി പരാതി. വാഗമൺ സ്വദേശി വേൽമുരുകൻ ജയന്തി ദമ്പതികളുടെ ഭവനമാണ് തകർത്തത്. പ്രതിഷേധവുമായി രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ രംഗത്ത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വാഗമണ്ണിൽ ഉപ്പുതറ റോഡിനോട് ചേർന്ന പഴയ ചന്തയിൽ വേൽമുരുകൻ ജയന്തി ദമ്പതികളുടെ വീടിന്റെ മുൻഭാഗവും ശുചിമുറിയും ഉപജീവന മാർഗത്തിനായി നിർമ്മിച്ച ബജ്ജി വ്യാപാര സ്ഥാപനവുമാണ് ഭൂമി തർക്കത്തിന്റെ പേരിൽ MMJ എസ്റ്റേറ്റ് മാനേജ്മെന്റ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. വേൽമുരുകന്റെ ഭാര്യ ജയന്തിയുടെ എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്ന പിതാവിന് ആനുകൂല്യം ലഭിക്കാതെ വന്നതോടുകൂടി എസ്റ്റേറ്റ് ഉടമ നൽകിയ 25 സെന്റ് ഭൂമിയിൽ 3 സെന്റ് ഭൂമി മാത്രമാണ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന അവകാശവാദത്തിലാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഇത്തരം ക്രൂരകൃത്യം അരങ്ങേറിയത്. ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് അധികൃതർ 2017 കോടതിയിൽ പരാതി നൽകി ഇഞ്ചക്ഷൻ ഓർഡറും വാങ്ങിയിരുന്നു. എന്നാൽ തന്റെ പിതാവിന് കൈവശമായി നൽകിയ ഭൂമിയാണെന്ന് കാട്ടി ഇവർ കോടതിയെ സമീപിച്ചതോടെ പീരുമേട് കോടതി 2025 ഏപ്രിൽ 9 ഇഞ്ചക്ഷൻ ഓർഡർ പിൻവലിച്ചിരുന്നു. ഇതിനുശേഷമാണ് പൊളിച്ചു നീക്കൽ സംഭവം അരങ്ങേറുന്നത്. തന്നെയും ഭാര്യയും ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് പീരുമേട് DYSP ഓഫീസിൽ വിളിച്ചു വരുത്തിയ സമയത്താണ് എസ്റ്റേറ്റ് അധികൃതർ ദ്രോഹ നടപടികൾ നടത്തിയതെന്ന് വേൽമുരുകൻ പറയുന്നു. പരാതി തന്നവരൊക്കെ വരുന്നൊരു മുരുക, നാളെ നീ വരണം, നിന്റെ പെണ്ണുമ്പിളിയും കൊണ്ടേ വരാവുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാക്കി കേസ് തീർന്നു പോകത്തില്ല, നീ വന്ന അന്നേരം തന്നെ പറഞ്ഞു തീർത്ത് വിട്ടേക്കാം എന്ന് പറഞ്ഞു. സാറ് തീരെ മേലാതിരിക്കുക, എങ്ങനെയാലും ഒന്ന് കൊണ്ടുപോകാം, ഒരു 10 മിനിറ്റ് കേസല്ലേ ഉള്ളൂ എന്ന് DSP ഓഫീസിൽ നിന്ന് സാറ് പറഞ്ഞു. എന്നാൽ ശരിയായിക്കോട്ടെ സാറേ, ഞാൻ വന്നേക്കാം, സാറിന് ഞാൻ ധിക്കരിക്കുന്നില്ല, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ ഞാൻ പെണ്ണുമ്പിളിയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു 9-9:15 ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നു. ഒരു 10:40 10:50 ഞങ്ങൾ പീരുമേട് സ്റ്റേഷനിലോട്ട് ചെന്നു. DSP ഓഫീസിൽ വാതൊക്കെ ചെന്നിട്ട് പോയി, സാറേ ഞാൻ വന്നു എന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിൽക്കി, ഇപ്പം സാറ് വരും എന്ന് പറഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് പോലും നിന്നില്ല. അവിടെ നിന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു കോൾ വരുന്നു വാഗമണിയിൽ നിന്ന്. മുരുക, നീ എവിടെയാ? ഞാൻ പറഞ്ഞു, സാറേ ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞില്ല. നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ഞാൻ പീരുമേട്ടിലാണല്ലോ, എന്നാ പരിപാടി? ഞാൻ പറഞ്ഞു, ഇന്ന പോലെ എടുത്ത് വിളിച്ചിട്ടുണ്ട്, ഞാനത് വന്നതാ എന്ന് പറഞ്ഞു. മുരുക, നിൻ്റെ വീട് അവിടെ കുത്തി തൊള്ളി പൊളിച്ച് എല്ലാം നാശം വരുത്തുവാണ് JCB വെച്ച്, നീ എവിടെയാണ് മുരുക, വേഗം പാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കൂവി, പെണ്ണുമുള്ളി ഞാനവിടെ ഒച്ചയും വെള്ളം ഉണ്ടാക്കി കരഞ്ഞു കൂവി ആ സ്റ്റേഷന് മുമ്പിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. വന്ന് നോക്കിയപ്പം അവസ്ഥ ഇതാ, കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ പെണ്ണുമ്പിളെ വെച്ച് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, വാഗമൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം, സാറേ ഞങ്ങളുടെ വീട് കുത്തി പൊളിക്കുവാണ്, ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് ഇവിടെ വന്നതാ, വീട് കുത്തി പൊളിക്കാൻ സാറേ അവിടെ മറന്ന് പോകാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി ഞങ്ങൾ പോയി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. രണ്ടാമത് തിരിഞ്ഞ് ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ ഒരു പേഷ്യൻ്റെ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ വാഗമൺ ആശുപത്രിയിലുണ്ട്, ഞങ്ങളിപ്പം പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. സാറേ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞു പോയി ഞങ്ങൾ പറഞ്ഞു, അത്ര സങ്കടമായിട്ട് പറഞ്ഞു ഞങ്ങളെ. എന്നിട്ട് അവരത് വന്ന് നോക്കിയില്ല. വിവരമറിഞ്ഞ ഉടൻ വേൽമുരുകൻ വാഗമൺ പോലീസിൽ വിവരമറിയിക്കുകയും JCBയും ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുത്തതായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇത്തരം നടപടികൾ എടുത്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഇതോടെ വേൽമുരുകൻ വാഗമൺ CIക്ക് പരാതി നൽകി. തുടർന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുമുണ്ട്. എസ്റ്റേറ്റ് ആനുകൂല്യം ലഭിക്കാത്ത തന്റെ പിതാവിന് ലഭിച്ച ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന എസ്റ്റേറ്റ് അധികൃതരുടെ നടപടി നിയമവിരുദ്ധമാണെന്നും തങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കണമെന്നും വേൽമുരുകന്റെ ഭാര്യ ജയന്തി പറയുന്നു. ചെന്ന് കയറുന്നത് 10:46 അവിടെ കയറുന്നു. വീണ്ടും ഞങ്ങൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെ അവർ പറഞ്ഞു, വെയിറ്റ് ചെയ്യും, സാറ് വരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ കോൾ വരുന്നത് ഇതാണ്, സാറേ വേറെ ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയോ മാർഗ്ഗമോ ഒന്നുമില്ല, ഞാനൊരു രോഗിയാണ്, എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്, പല നഷ്ടത്തിലും വീട്ടിലിരുന്ന കുഞ്ഞുമുത്ത് പോലും കൊണ്ട് പണയം വെച്ച് വിറ്റുമാണ് നമ്മളിത് ചെയ്തു വരുന്നത്. അതുകൊണ്ട് ദയവായി ഞങ്ങൾക്കിതൊരു തീരുമാനം ഉണ്ടാക്കി തരണം, ഞങ്ങളുടെ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. വീടിന് പുറകിലേക്ക് നിർമ്മിച്ച മുറിയുടെ ഷീറ്റിന് മുകളിലേക്ക് വലിയ കല്ലുകൾ ഇട്ട് നാശനഷ്ടം വരുത്തിയിട്ടുമുണ്ട്. ഈ സമയം മുറിയിൽ കിടന്നുറങ്ങിയിരുന്നയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാത്ത പക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും സാമുദായിക സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഇതൊരു താഴ്ത്തപ്പെട്ട സമുദായം, ദേവേന്ദ്രകുല വേളാറിൻ്റെ ഒരു കെട്ടം പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാത്രം ഗുണ്ടായിസം MMJ ഉണ്ട്. ഇതിനകത്ത് കുറേ കളികൾ നടന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ പണിതവർ ആരെയും ഈ കെട്ടിടം കാണുമ്പോൾ അറിയാം. ഇത് ഒരു എങ്ങനെ പറയാവുന്ന ഒരു ദേവേന്ദ്രകുല വേളാറിൻ്റെ കെട്ടിടം മാത്രം ഇങ്ങനെ പൊളിക്കുവാണെങ്കിൽ ബാക്കി നാട്ടുകാർ എത്ര പേര് സ്ഥലം കയറിയിട്ടുണ്ടല്ലോ, അവരുടെ കെട്ടിടമൊക്കെ പൊളിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യത്തില്ല? കാരണം MMJയുടെ ഗുണ്ടായിസം പണം അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറയുക. പിന്നെ ഇതിലൊരു നീതി കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സഹിതം നമ്മൾ ഇടപെടേണ്ടി വരും.
MMJ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ക്രൂര നടപടിക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വീടിന് മുൻവശത്തെ മുൻഭാഗത്തെ നിർമ്മാണം പൊളിച്ചു നീക്കി പുറകുവശത്തെ ശുചിമുറിയും തകർത്ത ശേഷം JCB ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചാണ് അക്രമികൾ കടന്നുപോയിരിക്കുന്നത്. നട്ടെല്ല് സംബന്ധമായ രോഗത്താൽ വലയുന്ന തന്റെ സഹധർമ്മിണിയുടെ ചികിത്സയ്ക്കും ഉപജീവന മാർഗത്തിനുമായി നിർമ്മിച്ച വ്യാപാര സ്ഥാപനവും വീടിന്റെ മുൻവശത്തെ നിർമ്മാണവും ശുചിമുറിയും ഉൾപ്പെടെ നശിപ്പിച്ചതിലൂടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. MMJ എസ്റ്റേറ്റ് അധികൃതരുടെ കിരാത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നതും. ന്യൂസ് ബ്യൂറോ, പീരുമേട്.